കുരുവിമുട്ടയും കാക്കകളും. ഒരു ദിവസം കാലുകാക്ക ഒരു മരത്തിനിടയിൽ ഒളിച്ചിരുന്ന് കിളിയുടെ വീടിനകത്ത് നോക്കുകയായിരുന്നു. മിട്ടു, എനിക്ക് വളരെ ദാഹിക്കുന്നു, ഞാന് ആ നദിയുടെ കരയിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. നിൽക്കുമോളെ, എനിക്ക് വളരെയധികം വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും പഴം കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അതും പറഞ്ഞ് രണ്ട് പറവകളും സംസാരിച്ചുകൊണ്ട് നദിക്കര നോക്കി പറന്നുപോയി. ആ പക്ഷികൾ തിരിച്ചു വരുന്നതിന് മുമ്പ് 2 മുട്ടകളും എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഈ മുട്ട കണ്ടാൽ എന്റെ റാണി വളരെയധികം സന്തോഷിക്കും. മിട്ടു, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വീടിന്റെ കതകും പൂട്ടാൻ മറന്നു. അയ്യോ, നീ എന്താ പറയുന്നത്? കുറച്ചു ദിവസം മുമ്പ് ബുൾബുലുവിന്റെ വീട്ടിൽ നിന്ന് ആരോ മുട്ട കട്ടിട്ടുണ്ട്. വാ വാ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അതും പറഞ്ഞ് രണ്ട് പറവകളും തന്റെ വീട് നോക്കി പറന്നുപോയി. ഏയ് കാലു, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? മിട്ടു, അത് ഒന്നുമില്ല. നിന്റെ വീട്ടില് പച്ചമുളകുണ്ടോ ചോദിക്കാനാ വന്നത്. അല്ല അല്ല, ഇത് കള്ളം തന്നെയാ പറയുന്നത്. നീ എന്റെ മുട്ട മോഷ്ടിക്കാനല്ലേ വന്നത്? അയ്യോ ചൂട്ടി, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മുട്ട കഴിക്കാനുള്ള ശീലമില്ല. ശരി, ഞാനിപ്പോ പോവാണ്. എന്റെ വീട്ടിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് കാലുകാക്ക അവിടെ നിന്നും പറന്നുപോയി. അതെ കാലു, എന്താ ഇന്ന് ആംബ്ലേറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ കിടന്നിരിക്കുന്നത്? മുട്ട എവിടെ? അതെ റാണി, ഞാൻ മുട്ട എടുക്കാൻ പോയപ്പോഴേക്ക് ആ കിളികൾ തിരികെ വീട്ടിലേക്ക് വന്നു. എന്തോ ഭാഗ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. റാണി, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മള് മുട്ട മോഷ്ടിക്കാതിരിക്കുന്നതാ നല്ലത്. മറ്റുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് നമുക്ക് എതിരായി എപ്പോ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കിളികൾക്ക് നമ്മുടെ മേലില് ഉറപ്പായിട്ടും സംശയം വരും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മീൻകുരുവി തന്റെ വീട്ടിലിരുന്ന ഒരു മുട്ടയെ വളരെ സൂക്ഷിച്ചു കൊണ്ടുവന്നിരുന്നു. എനിക്ക് വളരെ വിശക്കുന്നു. ഞാന് ഭക്ഷണം കഴിച്ച് 3 ദിവസമായി. ഇനിയും കഴിക്കാതിരുന്നാല് എന്റെ മുട്ട എനിക്ക് ആക്കാൻ എനിക്ക് പറ്റില്ല. അതും പറഞ്ഞ് മീൻകുരുവി ഭക്ഷണം തേടി പറന്നുപോയി. ധാന്യങ്ങൾ കഴിച്ച് കഴിച്ച് വായൊക്കെ മരവിച്ചു. എന്തായാലും ശരി, ഇന്ന് ഞാൻ ആംബ്ലേറ്റ് വേണം. റാണി, ഞാൻ വേണമെങ്കിൽ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം. നീ പോയി മുട്ട എടുത്തു. ശരി കാലു, ഞാൻ തന്നെ പോവാം. റാണി, അതോടൊപ്പം കുറച്ച് മുളകും എടുത്തിട്ട് വാ, വീട്ടിൽ മുളകില്ല. അതും പറഞ്ഞ് റാണിക്കാക്ക മുട്ട മോഷ്ടിക്കാൻ വേണ്ടി പറന്നുപോയി. ആ സമയത്ത് മീനുകുരുവി ഭക്ഷണം തേടി പറന്നു പോകുന്നത് റാണിക്കാക്ക കണ്ടു. ഉടനെ റാണിക്കാക്ക മീനുയുടെ വീടിനകത്ത് പോയി കയറി. ഹായ്, ഇന്ന് എന്റെ അടിപൊളി ദിവസം തന്നെ. വേഗം ഈ മുട്ട കട്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കണം. അതും പറഞ്ഞ് റാണിക്കാക്ക ആ മുട്ടയും എടുത്ത് പറന്നുപോയി. അങ്ങനെ പോകുമ്പോൾ റാണിക്കാക്ക മുളക് മോഷ്ടിക്കാൻ വേണ്ടി പ്രാവിന്റെ തോട്ടത്തിൽ വന്നു. ആ സമയത്ത് പ്രാവ് തന്റെ തോട്ടത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ വന്നു. ഏയ് റാണി, നീ എന്താ എന്റെ തോട്ടത്തില്? പ്രാവി, ഒന്നുമില്ല, നിന്നോട് ഇച്ചിരി മുളക് ചോദിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നിങ്ങളെ തോട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ല. ആഹാ, നിനക്ക് എന്തിനാ ഇപ്പൊ മുളക്? അതോ, ഞങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കുറെ വിരുന്നുകാർ വന്നു. അവർക്ക് ആംബ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാന് വ്യവസായിയുടെ വീട്ടിൽ നിന്ന് ഈ കോഴിമുട്ട വാങ്ങിച്ചു വന്നത്. ആഹാ, അങ്ങനെയാണോ? എന്നാ കാശ് നാളെ തന്നാ മതി. അങ്ങനെ റാണിക്കാക്ക വളരെ സന്തോഷത്തോടെ തന്റെ വീട് നോക്കി പറന്നുപോയി. ഏയ് കാലു, എന്തിനാ നീ ഇപ്പൊ കരയുന്നേ? ഞാൻ കരയുന്നൊന്നല്ല, ഈ ഉള്ളി മുറിച്ചതിൻ്റെത് കണ്ണിൽ നിന്ന് വെള്ളം വന്നത്. ഓ, അല്ല, നീ എന്താ ഇത്ര സമയം കഴിഞ്ഞത്? നിന്നെ കാണാത്തപ്പോൾ നീ എവിടെയെങ്കിലും പിടിച്ചോന്ന് പേടിച്ചു ഞാൻ. അത് ഞാൻ പ്രാവിന്റെ മുളക് മോഷ്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ കയറി വന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുന്ന കുറെ സമയം എടുത്തു. ശരി ശരി, നീ വേഗം ഫുഡ് ഉണ്ടാക്ക്. അതും പറഞ്ഞ് റാണിക്കാക്ക വേഗം അടുപ്പ് കത്തിച്ചു. ആ സമയത്ത് ആ മുട്ടയെ പെട്ടെന്ന് അനങ്ങാൻ തുടങ്ങി. അയ്യോ അയ്യോ റാണി, ഇവിടെ നോക്കി, മുട്ട അടയുന്നു. ഇതിൽ നിന്ന് കുഞ്ഞു വിരിഞ്ഞു വരും തോന്നുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ മീനുകുരുവിയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തു വന്നു. പക്ഷേ നിങ്ങളോട് 2 പേരോടും ഞാൻ സംസാരിക്കില്ല. എത്ര സമയമായി ഞാൻ മുട്ടേനെ പുറത്തു വരാൻ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തില്ല. നല്ല മണം വരുന്നു. അമ്മേ അമ്മേ, ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുള്ളത്? അയ്യോ കാലു, നമ്മുടെ ആശയൊക്കെ വേസ്റ്റായി. ഇനി നമ്മൾ ഈ കുഞ്ഞിനെ വെച്ച് എന്താ ചെയ്യാ? ശരി, അത് പോട്ടെ. ആംബ്ലേറ്റ് കഴിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് മറക്കാം. അയ്യോ, ഈ കുട്ടി ചാത്തന് ഇതിന്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ ചത്തുപോകും. അതും പറഞ്ഞ് 2 കാക്കകളും അവിടെ നിന്ന് പറന്നുപോയി. കുറച്ചു
സമയം കഴിഞ്ഞപ്പോള് മീനുക്കുരുവി വളരെയധികം ഭക്ഷണം കഴിച്ച് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിനകത്ത് വന്ന മീനുക്കുരുവി തന്റെ മുട്ടയെ കാണാതെ വളരെയധികം സങ്കടപ്പെട്ടു. അയ്യോ, എന്റെ മുട്ട എവിടെ? അയ്യോ, മുട്ട ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവുമോ? ദൈവമേ, ഇതെന്താ ചെയ്യുന്നത്? കാലു, നമ്മള് ആരോടും ഒന്നും പറയാതെ ഈ കുഞ്ഞിനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മീനുക്കുരുവിക്ക് കൊടുത്തിട്ട് വരാം. റാണി, അപ്പോൾ നമ്മളാണ് ഈ കാട്ടിലെ മുട്ടകളൊക്കെ മോഷ്ടിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതിനുശേഷം എല്ലാവരും നമ്മൾ അടിച്ചു കൊല്ലും. രാത്രി സമയമായാല് നമ്മൾ ഈ കുഞ്ഞിക്കുരുവിനെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വിടാം. ആ കുഞ്ഞിക്കുരുവിന് നമ്മുടെ കാട്ടിക്ക് വരാന് വഴിയൊന്നും അറിയില്ലല്ലോ. ആ സമയം റാണിക്കുരുവി തന്റെ കുഞ്ഞിനെയും തേടി കരഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും പറന്നുപോയി. അങ്ങനെ രാത്രി നേരം വന്നു. റാണിക്കാക്കയും മീനുക്കുരുവിയുടെ കുഞ്ഞിനെ കൊണ്ട് അടുത്ത കാട് നോക്കി പറന്നുപോയി. വളരെ ദൂരം പറന്ന ശേഷം ഒരു മരത്തില് 2 പറപ്പുകളും ഇരുന്നു. കുഞ്ഞിക്കുരുവി, നീ ഇവിടെ തന്നെ ഇരുന്നോ? അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി ഞാൻ മിഠായി വാങ്ങി വരാം. ഓക്കേ? എവിടെ നോക്കിയാലും ഭയങ്കര ഇരുട്ടാ. ഈ ഇരുട്ടില് നിങ്ങൾ പറക്കണ്ട, എവിടെയെങ്കിലും തട്ടും. കുഞ്ഞിക്കുരുവി, നിനക്ക് മിഠായി കഴിക്കാൻ ആഗ്രഹമില്ലേ? മിഠായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണ്ടമ്മേ, എനിക്ക് മിഠായിയേക്കാളും നിങ്ങളെ ഇഷ്ടം. ഞാൻ വീട്ടിലിരിക്കുന്ന ഒട്ടൊക്കെ ധാന്യങ്ങൾ കഴിക്കാം. വാ അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. റാണിക്കാക്ക എന്ത് പറഞ്ഞിട്ടും ആ കുഞ്ഞിക്കുരുവി റാണിക്കാക്കയെ എവിടെയും പോവാൻ സമ്മതിച്ചില്ല. ആ കുഞ്ഞിക്കുരുവിയുടെ സ്നേഹത്തില് റാണിക്കാക്കയുടെ മനസ്സ് മാറിപ്പോയി. ചിന്നക്കുരുവി, എന്ത് സ്നേഹം എന്നോട്! എന്തായാലും ശരി, ഇതിന്റെ അമ്മയുടെ അടുത്ത് നാളെ ഞാൻ എത്തിക്കാം. അതും പറഞ്ഞ് റാണിക്കാക്ക വീണ്ടും മീനുക്കുരുവിയുടെ കുഞ്ഞിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം പുലർന്നു. റാണിക്കാക്ക ആ കുഞ്ഞിക്കുരുവിയെ മീനുക്കുരുവിയുടെ അടുത്ത് കൊണ്ടുപോയി. മീനു, എന്നോട് ക്ഷമിക്കണം. നിന്റെ വീട്ടിലിരുന്ന് മുട്ട മോഷ്ടിച്ചത് ഞാനാ. എന്റെ തെറ്റിക്ക് ഞാൻ മനസ്സിലായി. ഇനി ഞാൻ ആരുടെയും മുട്ടയെ ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല. റാണി ചേച്ചി, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നതിന് വളരെയധികം നന്ദി. നിങ്ങൾ എന്റെ മുട്ട മോഷ്ടിച്ചതിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. നിങ്ങൾ എന്റെ അമ്മയല്ലേ? ഇതാണ് എന്റെ അമ്മ. അങ്ങനെ ആ കുഞ്ഞിക്കുരുവി പറഞ്ഞതും എല്ലാ പറവകളും ചിരിക്കാൻ തുടങ്ങി. മക്കളെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യഥാർത്ഥ സ്നേഹത്തിന് മുമ്പില് എത്ര കല്ലായ ഹൃദയവും അലിഞ്ഞിടും. സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടാം. അസീം, നസീം, ഷാസിൻ, നൗമാൻ, ഷയാൻ, ഷമ്മാസ്, മാസിൻ,